തന്റെ ക്ലാസ്സിലെ 9 വയസ്സുകാരൻ ദിവസേന ബാക്കി വന്ന് പൊട്ടിയ ചോക്കുകൾ കൊണ്ടുപോകുന്നതിൽ അധ്യാപികയായ ബൈജയന്തിക്ക് കൗതുകം തോന്നി. സംശയം തീർക്കാൻ അവന് പുറകെ പോയ അധ്യാപിക ചെന്നെത്തിയത് അവന് ഗ്രാമത്തിലെ പേരമരത്തിന് ചുവട്ടിലേക്കാണ്. അവിടെ അവൻ ഗ്രാമത്തിലെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. പേരമരത്തിൽ ഉറപ്പിച്ച് പൊട്ടിപ്പൊളിയാറായ ബോർഡിൽ എഴുതാൻ വേണ്ടിയായിരുന്നു ആ കുഞ്ഞു ചോക്കുകൾ. പശ്ചിമ ബംഗാൾ സ്വദേശി ബാബർ അലിയുടെ വിദ്യാഭ്യാസ വിപ്ലവം ആരംഭിച്ചത് ഈ പേരമരത്തിന് ചുവട്ടിൽ നിന്നായിരുന്നു. വെറും 9 വയസ്സുകാരൻ പേരമരത്തിന് ചുവട്ടിൽ നിന്ന് ആരംഭിച്ച ആ വിപ്ലവം ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയായി മാറിയ ആനന്ദ ശിക്ഷാ നികേതനായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്കുള്ള നടത്തത്തിനിടെയാണ് ബാബറിന്റെ ജീവിതത്തിലെ പുതിയ യാത്ര തുടങ്ങിയത്. ആ നടത്തത്തിനിടെ കണ്ടുമുട്ടിയ ഒരു പറ്റം കുട്ടികളാണ് ബാബർ അലിയെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹെഡ് മാസ്റ്ററാക്കി മാറ്റിയത്. ചണവ്യാപാരിയായ പിതാവ് ആയിടയ്ക്കാണ് ബാബറിനെ 10 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ 5ാം ക്ലാസ് കൊണ്ടു ചേർത്തത്. 2 കിലോമീറ്റർ അകലെയുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നടന്നെത്തി അവിടുന്ന് ബസ് പിടിച്ച് വേണമായിരുന്നു സ്കൂളിൽ പോകാൻ. വൈകുന്നേരം സ്കൂൾ വിട്ട് നടന്നു വരുമ്പോൾ മൈതാനത്ത് കളിക്കുകയും കന്നുകാലികളെ മേയ്ക്കുകയും ചെയ്യുന്ന കുറച്ച് കുട്ടികളെ കണ്ടു. 1-2 ദിവസം അതേ കാഴ്ച ആവർത്തിച്ചപ്പോൾ പണമില്ലാത്തത് കൊണ്ടാണ് അവർ പഠിക്കാൻ പോകാതെ വെറുതെ കളിച്ചു നടക്കുന്നെന്ന് മനസ്സിലായി. താൻ പഠിപ്പിച്ചാൽ അവർ പഠിക്കാൻ തയ്യാറാണോ എന്ന് കളിയായി ബാബർ അവരോട് ചോദിച്ചു. ഒരു രസത്തിന് വേണ്ടി ചോദിച്ചതാണെങ്കിലും ബാബർ പിന്നീട് അത് കാര്യമാക്കി. തൻ്റെ വീടിന്റെ പിന്നാമ്പുറത്തെ പേരമര ചുവട്ടിൽ ഇളയ സഹോദരി ആമിന ഉൾപ്പെടെ 8 കുട്ടികളുമായി 2002 ഒക്ടോബർ 19 ക്ലാസ് ആരംഭിച്ചു. തൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചു നടന്ന സമയത്ത് ബാബർ സ്കൂൾ വിട്ടെത്തി മറ്റു കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു. പഠന സാമഗ്രികൾ ഇല്ലാത്തതിനാൽ ആദ്യം പത്രക്കടലാസിൽ നിന്നുള്ള വിവരങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. സ്കൂളിൽ ഒടിഞ്ഞു വീഴുന്ന ചോക്കു കഷ്ണങ്ങൾ ടെറാക്കോട്ട ടൈലുകളിൽ നിന്ന് ശരിയാക്കിയെടുത്ത ബ്ലാക്ക് ബോർഡുമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് പിതാവ് നസീറുദ്ദീൻ നൽകിയ 600 രൂപ ഉപയോഗിച്ച കുറച്ച് പുസ്തകങ്ങളും ആക്രി കച്ചവടക്കാരന്റെ പക്കൽ നിന്നും പാതി എഴുതിയ നോട്ട്ബുക്കുകളും വാങ്ങി. പിതാവിന്റെ സുഹൃത്തും ബെൽഗാഡ SRF കോളേജ് പ്രിൻസിപ്പലുമായ സനത്കാർ കുറച്ച് പുസ്തകങ്ങൾ സ്കൂളിനായി നൽകി. ആദ്യമൊക്കെ ബാബറിന്റെ സ്കൂളിനെ പറ്റി നാട്ടുകാർ സംശയാലുക്കളായിരുന്നെങ്കിലും പതിയെ ഗ്രാമീണർ കുട്ടികളെ ബാബറിന്റെ സ്കൂളിലേക്ക് അയച്ചു തുടങ്ങി. ഇന്ന് ഈ സ്കൂളിൽ 10ഓളം അധ്യാപകരും 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലായി 300ഓളം കുട്ടികളുമുണ്ട്. വിദ്യാർത്ഥികൾ 60% പെൺകുട്ടികൾ. 3000-ലധികം വിദ്യാർത്ഥികൾക്ക് ഇക്കാലയളവിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ ബാബറിനായി. സ്കൂളിൽ നിന്ന് പഠിച്ചു പോയി കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പൂർവ്വ വിദ്യാർത്ഥികൾ തിരികെ എത്തി ഇവിടെ ക്ലാസ് എടുക്കുന്നു. കൂടാതെ 10 വോളണ്ടിയർമാരും. 2015 പശ്ചിമ ബംഗാൾ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അംഗീകാരം സ്കൂളിന് ലഭിച്ചു. ഇതേ വർഷമാണ് സ്കൂൾ പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറുന്നത്. പേരമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഷെഡിലേക്ക് സ്കൂൾ മാറി. സ്കൂളിനെ നിലനിർത്താനായി ബാബർ ചെറു ജോലികൾ ചെയ്യാനായി ആരംഭിച്ചു. നിരവധി കുട്ടികൾ സ്കൂളിലേക്ക് എത്തി തുടങ്ങി. ബാബറിന്റെ വിദ്യാഭ്യാസ വിപ്ലവം ജനങ്ങളിലേക്ക് വ്യാപിക്കാൻ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ആനന്ദ ശിക്ഷാ നികേതന ഒരു സൊസൈറ്റിയായി വെസ്റ്റ് ബംഗാൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത്. ബാബർ അലിയുടെ ഈ സേവന പ്രവർത്തനങ്ങൾ കേട്ടറിഞ്ഞ് ടാറ്റ ഉൾപ്പെടെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് സ്കൂളിനായുള്ള സംഭാവനകൾ എത്തി തുടങ്ങി. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ വിദ്യാഭ്യാസം സൗജന്യമാണ്. ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സ്കൂളിന് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബാബർ ഇപ്പോൾ. ടെഡ് എക്സ് പോലെയുള്ള മോട്ടിവേഷൻ പരിപാടികളിലും അമീർ ഖാന്റെ സത്യമേവ ജയതയിലും ബാബറിന്റെ ജീവിതകഥ ചർച്ചയായിരുന്നു.